വെറുപ്പേര് സിറ്റി. മുംബൈ മലയാളികളൊക്കെ ഇറങ്ങും കേട്ടോ. എങ്ങോട്ട് ഇറങ്ങും? You can't say like this, okay? വെറുപ്പേര് സിറ്റി means not Mumbai Malayalis. It's a city, culture. It's beautiful. നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ മറക്കും, നമുക്ക് കാണൂല. നമ്മുടെ നാട്ടിലല്ല നമ്മള് ഉള്ളൂ ശരിക്കും. ആ ഹലോ പറഞ്ഞു ഓൺ ദ വേ ആണെന്നുണ്ട് നേരം വൈകിട്ടനി. ഓക്കെ മനസ്സിലായില്ലേ? ഓൺ ദ വേ ആണ്. മുംബൈക്കാരാ. അതുകൊണ്ടല്ല, നമ്മൾ അവിടെ പോയി വട്ടം കറങ്ങും. നമുക്ക് ആരും കണക്ഷൻ ഇല്ല. നമ്മൾ വട്ടം കറങ്ങും. നമുക്ക് ഉപ്പ് കിട്ടുന്നുണ്ടേനും പഞ്ചസാര കിട്ടും, പഞ്ചസാര കിട്ടുന്നുണ്ടേനും ഉപ്പ് കിട്ടും, അജിനോമോട്ടോ കിട്ടുന്നുണ്ടേന് കുന്തിരിക്കം കിട്ടും. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടില്ല. എല്ലാം കിട്ടും അവിടെ. എല്ലാം ഗ്രോസറീസ് ആൻഡ് സ്റ്റഫ്. ഇത് കണ്ടില്ലേ, ഇവർ എന്തായാലും മുംബൈ വിട്ട് പഠിപ്പിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ രാവിലെ വരിക, അഭിനയിക്കാൻ പോവാ. നമ്മളോട് എന്തായി വരിക, വർക്ക് ചെയ്യാൻ പോവാന്നല്ല ഞാൻ പറഞ്ഞല്ലോ. അല്ല ചിന്നു, ചിന്നു എന്നുള്ള പേരാണ് അമ്മയിട്ട്. ചിന്നു ശരിക്കുള്ള പേരെന്താ? ചിന്നു, പിന്നെന്താ അടുത്ത പേര്? ചാന്ദിനി. രണ്ടുപേരാ? അച്ഛനും അമ്മയുടെയും പേരാണ്. She is also moon derived. ഓക്കെ, എല്ലാവരും മൂന്നായിരിക്കും എന്തായാലും. മൂന്ന് സാറ്റലൈറ്റ് ആണോ? അടുത്ത സാറ്റലൈറ്റ് അല്ലേ? ഇപ്പൊ മാറ്റിയോ എല്ലാം? എല്ലാവരും ഇടയ്ക്ക് മാറ്റി 9 ഗ്രഹങ്ങൾ 8 ഗ്രഹങ്ങളാകും, 8 ഗ്രഹങ്ങൾ 9 ഗ്രഹങ്ങളാകും അല്ലേ? നമ്മൾ തുടങ്ങിയ പ്ലൂട്ടോ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പ്ലൂട്ടോ ഇല്ല. പ്ലൂട്ടോ ആയിരുന്നു, അതാ എനിക്ക് മാർക്ക് കൊടുത്ത്. അന്ന് അപ്പൊ എന്ത് കാര്യത്തിലാണ് അടി വാങ്ങി? പ്ലൂട്ടോ ഒന്നും പറയാത്തായിരുന്നു. 9 ഗ്രഹങ്ങളുടെ പേര് പറയാൻ പറ്റും. പ്ലൂട്ടോ പ്ലൂട്ടോ ഗ്രഹം കാലത്തിന് മുൻപേ ചിന്തിച്ച മനുഷ്യനാണ്. മുന്നേ, ഏത് കാലത്തിന് മുന്നേ? അവിടെ ഉണ്ട് പ്ലൂട്ടോ, അവിടെ ഇല്ലെങ്കിൽ ഇല്ല. അല്ലാതെ കടയിൽ നിന്നുണ്ടാക്കി ഇവിടെ നോക്കാൻ പറ്റില്ലല്ലോ. ഈ ഷൈൻ്റെ ഇന്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ട്രോളാണെങ്കിലും മീംസും ഒക്കെ കുറേ ഇറങ്ങാറുണ്ട്. അത് ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് വെറുപ്പിലുണ്ട് അവർക്ക്. അപ്പോൾ ഇപ്പോൾ നോർമലി ഷൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഇരുന്നൊരു ക്വസ്റ്റിന് ഒരു ആൻസർ പറയുന്നതിൽ നല്ലത് ഒരു കോൺവെർസേഷൻ ഫ്ലോയിൽ വളരെ ഫ്ലോയിൽ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഷൈൻ്റെ ഒരു മീം പോലെ വന്നൊരു സംഭവമുണ്ട്. അതായത് ഈ കഴിഞ്ഞ ടൈമിൽ മറ്റേ ആസിഫിൻ്റെ ഒരു ഇഷ്യൂ വന്ന ടൈമിൽ കുറേ ആൾക്കാർ പറഞ്ഞു ഈ ഒരു പൊസിഷനിൽ ഷൈൻ ആയിരുന്നെങ്കിൽ റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ വേറെ ആയിരുന്നായിരിക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഷൈൻ അതെങ്ങനെ ഡീൽ ചെയ്തേനെ? പുള്ളിക്ക് ഇഷ്ടമുള്ളവരെ വെച്ച് കൊടുക്കാൻ മതിയല്ലേ? നമുക്ക് അത്രയും നേരം കൂടെ ഇരിക്കാമല്ലോ. നമുക്ക് അങ്ങനെ അവാർഡ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ സിനിമയിൽ വന്നു. അവാർഡ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. അവാർഡ് കൊടുക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? അവാർഡ് കിട്ടണമെന്നല്ല ആഗ്രഹിക്കുള്ളൂ. അത് ആരെ ചെയ്ത് കിട്ടുമെന്ന് ആഗ്രഹിക്കുമോ? ഇവിടെ പ്രധാനമന്ത്രിയുടെ നിന്ന് അവാർഡ് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ നിന്ന് അവാർഡ് കിട്ടാത്തതുകൊണ്ട് വാങ്ങാൻ പോകാത്തവരില്ലേ? സോ ദ സെയിം തിങ് ഹാപ്പൻ ബിഫോർ അല്ലേ? അന്ന് എന്താ ഇത് ഉണ്ടായിരുന്നില്ല ചിന്ത. ഒന്നാമത് എല്ലാവർക്കും വാരി കോരി അവാർഡ് കൊടുക്കണം തന്നെ, എല്ലാ പ്രോഗ്രാമിലും അവാർഡ്. ഇതിപ്പോ ശരിക്കും നമുക്ക് കിട്ടേണ്ട തന്നെയാണോ എന്നുള്ള സംശയം. ഒരു 56 അവാർഡ് 60 ആക്ടേഴ്സിന് കൊടുത്തു, ഓരോ ടൈറ്റിലും. പക്ഷെ അതിലും നല്ല അവാർഡല്ലേ ജനങ്ങൾ അടിപൊളിയായിട്ട് സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അവാർഡല്ലേ ഏറ്റവും ജനങ്ങൾ സ്വീകരിക്കും. എന്റർടൈനിങ് ആയ ഇല്ലെങ്കിൽ അവര് കൊള്ളൂലെന്ന് പറയും, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ഷൈൻ എപ്പോഴും പറഞ്ഞല്ലോ, അതായത് ഷൈൻ സംസാരിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ജോക്സ് അപ്പാട്ട് ഇപ്പോൾ ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞ പോലെ ഷൈൻ എന്താണോ അതാണ് ഇന്റർവ്യൂവിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു. ഈവൻ ധ്യാനും അങ്ങനെ തന്നെ ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളൊന്നും അങ്ങനെയല്ല. അല്ല, ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ. അതെ അതെ. അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുണ്ട്? എനിക്ക് കേട്ടിരിക്കുന്നത് എനിക്ക് മാക്സിമം ഞാൻ പ്രോബ്ലം ആക്കാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്.
അങ്ങനെ നമ്മുടെ പണ്ട് നമ്മുടെ ഗ്യാങ്ങില് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, പക്ഷെ അവരില്ലെങ്കിൽ രസം ഉണ്ടാവില്ല ഇപ്പൊ അല്ലേ? ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളിച്ചോട്ടെ, ഞാൻ വെറുപ്പിക്കാൻ മതി. പക്ഷെ അല്ല, സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വെറുപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടി തന്നെയാ, അല്ലാണ്ടൊരു മോശം വെറുപ്പിക്കലല്ല. Actually, ഞാൻ അവളങ്ങനെ ഇവരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും കണ്ടോ ഇവര് ഷർട്ടാണ് Yeah, that's my ദീപ്തിയുടെ ജാക്കറ്റ് ആണ്. jacket. ദീപ്തിയുടെ ജാക്കറ്റ് ആണല്ലേ? അങ്ങനെയല്ല, കടയിൽ നിന്ന് വാങ്ങുന്നതാണ്, ഇത് തരുന്നതാണെന്ന് പറഞ്ഞു. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടാം. Please, that's my jacket. ഞാൻ അല്ലാന്ന് പറഞ്ഞല്ലോ, അത് ഞാനല്ല പറഞ്ഞ ആദ്യം. She look nice അല്ലേ? Yeah, it looks nice. ചേരുന്നുണ്ട്, അടിപൊളി. ഇതല്ലേ അതങ്ങ് എടുത്തോ, നീ കൊടുക്കണ്ടല്ലോ. ഞാൻ ഓൾറെഡി എടുത്തിട്ടല്ലേ തരുന്നത്. ഓക്കെ, അപ്പൊ അത് മറന്നേക്കണ്ടല്ലേ? Done, done. Gift, it's a gift. ഗിഫ്റ്റ് അല്ല, ഞാൻ ചോദിച്ചു വാങ്ങിയല്ലോ, ഞാൻ അങ്ങോട്ട് തരും പോകുമ്പോ. എന്താ തരും? ഇത് കാരണം ഇത് ഒരു പ്രോഗ്രാം ഇട്ടില്ല. Why? It looks nice Look on you. nice, but I did. 2-3 ഇന്റർവ്യൂ ഇട്ട് കഴിഞ്ഞ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. But അല്ല, it's a എടുക്കാലോ. good You can take jacket. it. You can pair it with so many things. ഇനി ഇതും കൊണ്ട് അടുത്ത് വാങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. You tell Sabi, he'll do it for you. നല്ല He'll ജാക്കറ്റ് style അല്ലേ? it for you. He do it for you. As in, he'll style it for you. കിട്ടുന്നില്ല മൊബൈലില്, സ്വിച്ച് ഓഫ്. തിരക്കാണ്. He's in എന്താ എന്താ ഖത്തർ. ആ. ഖത്തർ. അതുപോലെ ദീപ്തി ഇപ്പൊ 19ാം നൂറ്റാണ്ട് ഇല്ലേ? 19ാം നൂറ്റാണ്ടിലാണോ ജനിച്ചത്? ആണോ? പിന്നെ 20ാം നൂറ്റാണ്ട്. ആന്റിയുടെ അടുത്ത് ആന്റി ഇങ്ങനെ ഇരിക്കോ? 20ാം നൂറ്റാണ്ടിലാ. പറയേണ്ടത് ഇന്റർവ്യൂല് ഫോക്കസ് ആയി. Interview. ഒരു മലയാളത്തിലൊരു ഹിസ്റ്റോറിക്കൽ മൂവി, ലോഡ് ഓഫ് ആക്ടേഴ്സ്, Yes. ജൂനിയർ ആർട്ടിസ്റ്റ്, അതിൽ കുറേ ചലഞ്ചസ് ഉണ്ടായിരിക്കാം. ആൻഡ് അതും ഇപ്പം ലെജൻഡറി വിനയൻ സർ മൂവി, യു വാസ് സോ ഹാപ്പി. കാരണം അതിൽ ആക്ച്വലി ചാലഞ്ചസ് എന്ന് പറയുമായിരുന്നെങ്കിൽ എന്തായിരിക്കും? I think ഷൂട്ടിങ്ങിന്റെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് ഒരു വർഷം എടുത്തു ടു കംപ്ലീറ്റ് ദാറ്റ് മൂവി. ആൻഡ് ദാറ്റ് 19ാം നൂറ്റാണ്ട്. ആൻഡ് അതിന്റെ മിഡിൽ ഷെഡ്യൂളിൽ ലോക്ക്ഡൗൺ ആയി. സോ So your dress is like this and this. യെസ് പരേ Historical, ആവേശം. അല്ലേ? യെസ്, ആവേശം ഇസ് കറക്റ്റ്. സോറി, പരേ വേഷമാണോ? വേഷം. പഴയ വേഷം. ഇത് പുരാണം ഹിസ്റ്റോറിക്കൽ. പരേ വേഷം. വേഷമുണ്ടായിരുന്നു. സോ Two pieces. Actually, it's അന്നത്തെ style beautiful for അല്ലേ? girls. yeah, it's pretty. അന്നത്തെ ആ ഒരു സ്റ്റൈലും അന്നത്തെ ടൈമിലുള്ള അതെ. ആൾക്കാർ ധരിച്ചിരുന്ന അതെ, വസ്ത്രം. അതാണ്. പക്ഷേ എനിക്ക് വേണ്ടി ഓണസ്റ്റ്ലി വിനയൻ സാർ എനിക്ക് പറഞ്ഞു, നോർമൽ മലയാളം നമുക്ക് പറയാൻ പാടില്ല. There's a മലയാളം പറയാൻ തന്നെ. ഒരു വേറെ ആ മലയാളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബിക്കോസ് പണ്ടത്തെ അവർ സംസാരിക്കാൻ രീതികൾ. രീതികൾ അവിടെ നിന്ന് പറഞ്ഞതുപോലെ അതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അല്പം ഞാൻ കിടന്നോട്ടെ, കൂടെ വരരുത്. കറക്റ്റ്. ആ സമയത്ത് നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ പറയണം.